മിസ്റ്റർ ശേഖർ അറിയാവുന്നവർക്ക് മുതലാളിയെ ഭയങ്കര കണിശക്കാരന് ദൈവത്തിന്റെ കുട്ടികളെ കൂട്ടി കാട്ടിക്കൊണ്ടത് കൊല്ലാഹലങ്ങൾക്ക് നിയമസഭയിൽ ഉത്തരം പറയേണ്ടത് ഞാൻ ലാസറെ പട്ടികളിൽ അവരെ തട്ടിയേക്ക്. ഈ ജനാർദ്ദനെ മറന്ന് ഇപ്പം മനസ്സിലോടിയെന്ന ജനാർദ്ദനൻ കൊമേഡിയനാണ്. അദ്ദേഹം പറയുന്നത് സത്യാവേ അറിഞ്ഞില്ലേ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ് ആയത് എന്താ പേര്? പിന്നീട് എനിക്ക് അങ്ങനെ വ്യത്യാസം തോന്നിയ ഒരു നടനാണ് ഇന്നസെന്റ് ആയിട്ട്. അദ്ദേഹം രാവണപ്രഭു എന്ന സിനിമ അഭിനയിക്കുമ്പോഴാണ് ശബ്ദത്തിന് മാറ്റം വന്നത്. പെട്ടെന്ന് മനസ്സിൽ നമുക്ക് ഇന്നസെന്റ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തൃശ്ശൂർ ഭാഷയാണ്, ഞാൻ തൃശ്ശൂർക്കാരനായത് ആണ്. അപ്പോൾ ആ തൃശ്ശൂർ ഭാഷയ്ക്ക് വലിയൊരു സൗന്ദര്യം കൊടുത്ത ഒരു നടനാണ്. ഞാൻ ഇവിടെ ഉണ്ട്. എന്തിനാ ഈ കുട്ടി ഇങ്ങനെ ചിരിക്കണേ? കുട്ടിക്ക് ഇങ്ങനെ എന്താ ഗോപാലകൃഷ്ണൻ നിൽക്കണ്ടായില്ല? ഇവനുണ്ടായിണ്ട്, ഇവന്റെ ചിരി എന്നറിയാൻ ഈ തീയൻ്റെ കൂടെ ആണെങ്കിൽ ആടുട്ടാ, ഇന്നൊരാടി മറ്റന്നാടും അറിയില്ല. രാഘവോ ദാസപ്പോ ഈ തടി സാമാനങ്ങൾ രണ്ട് വലിയ അത്രയിൽ നിന്നോട് പറഞ്ഞോളൂ. അതിന് നീ എന്തോ ചിന്ന കൈക്കടിക്കണേ? നീ എന്താ ഈ കാണിക്കണേ? ഞാൻ വീട്ടിലേക്ക് വരാന്ന് ശ്രീദേവി നോക്കണുണ്ട്. എന്റെ രാമൻകുട്ടി നായിന്റെ മോന്റെ വീടിന്റെ അടുത്ത് എന്റെ വീടുന്നിട്ട് അവനോട് ഇങ്ങനെ കാണിക്കണേ, ചോറെടുത്തേ അമ്മയുടെ തെറി പറഞ്ഞ പിന്നെ അമ്മയുടെ വീടിന്റെ അടുത്തൊരു വീട്. അന്ന് എന്റെ വെറ്റിന്റെ മോൻ നടന്നു. ഈ ഇന്നസെന്റിന് മാറ്റം കണ്ടത് ഈ രാവണപ്രഭുല ഒരു വയസ്സൻ വേഷം ചെയ്തിട്ട് അധികം ചെറുതായിട്ട് ഇങ്ങനെ വിറച്ചിട്ട് പറഞ്ഞത്, എന്താ ഈ കാണിക്കണേന്നോ അവിടെ ചോദിച്ചപ്പോ പറയണത്, ഇവിടെ ചോദിക്കാൻ ഞങ്ങളുടെ നല്ല ചീരയുടെ വിത്ത് കൊടുക്കാണ്ട്, ഇവിടെയാണെങ്കിൽ കുമ്പളങ്ങയുടെ വിത്ത് തരാണ്ടെന്നും കേട്ടു. നിനക്ക് മാത്രം ചികിത്സിക്കാനുള്ള ആശുപത്രിയാണെങ്കിൽ കുഷ്ഠരോഗ ആശുപത്രിന്ന് ഓടുക, അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയാ? പിന്നീട് എനിക്ക് വ്യത്യാസം തോന്നിയത് ഇന്ദ്രൻ ചേട്ടനാണ്. പഴയകാലത്ത് ഇന്ദ്രൻ ചേട്ടൻ ഇപ്പോ ഹോം എന്ന് പറഞ്ഞ സിനിമ